പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്ന് 100 ദിവസങ്ങൾ തികയ്ക്കുമ്പോഴും പ്രതിപക്ഷത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷത്ത് CPIയും CPMും തമ്മിലുള്ള തർക്കം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, CPI LDF വിട്ടാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 3 മാസമായി LDFും CPMും CPIയും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കണം എന്നതുമായി ചുറ്റിപ്പറ്റിയുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വിഷയമാണ്. അതിനകത്ത് യാതൊരു കാര്യവുമില്ല. നിയമസഭയിൽ ഒരു മുറി ലഭിക്കും എന്നതിനപ്പുറത്ത് ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന അതൊരു വലിയ വിഷയമേ അല്ല, ചെറിയ വിഷയം മാത്രമാണ്. എന്നാൽ ആ വിഷയത്തെ ചൊല്ലി വലിയ കോലാഹലം ഇപ്പോൾ CPIയും CPMുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. CPI എനിക്കൊന്ന് 1.5 മാസക്കാലമായി തങ്ങൾക്ക് ഉപനേതാവ് പദവി വേണം എന്നാവശ്യപ്പെടുന്നു. CPM പച്ചയ്ക്കത് തള്ളിക്കളയുന്നു, പുച്ഛിച്ച് അത് തള്ളിക്കളയുന്നു, ചവറ്റുകൊട്ടയിൽ എറിയുന്നു CPIയുടെ ആവശ്യം. അവസാനം പിണറായി വിജയൻ പറഞ്ഞ എന്താ, അതൊക്കെ ഞങ്ങളുടെ ആളുകൾക്ക് തന്നെയാണ്. ഞാനൊരു കടലാസ് എഴുതി കൊടുത്താൽ ആ കടലാസ് എഴുതി കൊടുക്കുമ്പോൾ അതിൽ CPMൻ്റെ ഞാൻ ആ കടലാസിൽ ആരുടെ പേരാണോ കൊടുക്കുന്നത് അയാൾ ഉപനേതാവാകും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ CPIയുടെ ആവശ്യത്തെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ CPI ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നു. ഇതിന് ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം CPI LDF വിടാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ CPIയുടെ പ്രശ്നം പ്രതിപക്ഷ ഉപനേതാവാണ് എന്നൊക്കെ കരുതിയാൽ അത് മൗഢ്യമായിരിക്കും, അത് ഭയങ്കര തെറ്റായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതൊക്കെ വെറും ഒരു അലിബി മാത്രമാണ്, ഒരു കാരണം മാത്രം. സുഹൃത്തുക്കളെ, CPIക്ക് CPMോടൊപ്പം ഇനി നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്ട് തീർന്നു എന്ന് CPIയുടെ ബഹുഭൂരിപക്ഷം അണികൾക്കും ബോധ്യമായിട്ടുണ്ട്. CPMൻ്റെ കൂടെ നിന്നാൽ ഇനി പച്ച പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് CPIക്ക് അടിമുടി അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് CPMുമായി ബന്ധം വിച്ഛേദിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു കാരണം മാത്രമായിട്ടാണ് അവർ ഈ ഉപനേതാവ് പദവിയെ കാണുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറുവശത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ഇനി ഒരു കാരണവശാലും CPIയുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർക്ക് തയ്യാറാകാൻ കഴിയില്ല. കാരണം അവരുടെ തോൽവിയിൽ CPM ഇത്രയും തകർന്ന് തരിപ്പണമാകുന്ന ആ പ്രവർത്തനത്തിൽ CPI നിസ്തുലമായിട്ടുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. CPMന് ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CPI ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് തങ്ങളുടെ ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമെന്ന് CPMന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് CPM എന്തായാലും CPIക്ക് ഈ വിഷയത്തിൽ CPIയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. കാരണം CPMന് ആ പകയുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയന് വേറൊരു പകയുണ്ട് വ്യക്തിഗതമായി. തൻ്റെ മകൾക്കെതിരായി വരുന്ന ആരോപണങ്ങളെ ന്യായീകരിക്കാൻ CPI തയ്യാറാവുന്നില്ല എന്നുള്ള പകയും കൂടി പിണറായി വിജയനുണ്ട്. ഏറ്റവും അവസാനം ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് വിനോദ് വിശ്വനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ. അപ്പോൾ അതുകൊണ്ട് CPIയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാൻ CPM തയ്യാറല്ല. അവർ ഒരു കാരണവശാലും അത് ചെയ്യില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ CPM CPIയായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ CPIക്ക് വലിയ പരിക്കേറ്റിട്ടില്ല നമുക്ക് കാണാൻ കഴിയും. അവർ 10-20 സ്ഥലത്ത് മത്സരിച്ചിരുന്നിടത്ത് 7 സ്ഥലത്ത് അവർക്ക് ജയിക്കാൻ കഴിയും. പക്ഷേ CPMായിട്ട് 100 സ്ഥലത്ത് മത്സരിച്ചിടത്ത് 10-20 സ്ഥലത്തെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ CPIക്ക് താരതമ്യേന വലിയ പരിക്ക് അവർക്ക് ഏറ്റിട്ടില്ല. എന്നാൽ CPM വലിയ അടപടലം പൊളിഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് താരതമ്യേന പരിക്കേൽക്കാത്ത CPIയുടെ മുന്നിൽ ഇപ്പോൾ തോറ്റുകൊടുക്കാൻ ഒരു കാരണവശാലും CPMന് കഴിയില്ല.
അതുകൊണ്ടാണ് CPM വിട്ടുവീഴ്ചയില്ലാതെ CPM നിൽക്കുന്നത്. CPM CPIക്കായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. CPM CPIയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനും ഇപ്പോൾ തയ്യാറല്ല. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായത്തിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നതാണ്. വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. ഇനി CPIയുടെ പ്രശ്നം എന്താ സുഹൃത്തുക്കളെ? CPIക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMന് രക്ഷപ്പെടില്ല എന്നുള്ളത് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും CPMുമായിട്ട് അവർക്ക് വിടതലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI നേരിടുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. CPIക്കകത്ത് ബിനോയ് വലിയ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMലെ ബഹുഭൂരിപക്ഷം അണികളും നേതാക്കന്മാരും ബിനോയ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയോട് ഒപ്പം നിന്ന് പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഇപ്പോഴാണ് പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം ബിനോയ് ഉയർന്നു വന്നിട്ടുണ്ട്. ബിനോയ് പാർട്ടി സെക്രട്ടറി സ്ഥാനം പോലും അപകടത്തിലാക്കുന്ന നിലയിൽ വലിയ വിമർശനം CPIക്കകത്ത് ബിനോയ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ബിനോയ് സംബന്ധിച്ചിടത്തോളം ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ CPMനെതിരായി വലിയ പോർമുഖം തുറന്നാൽ മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് ബിനോയ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബിനോയ് പാർട്ടിക്കകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ CPMുമായി വലിയ ഒരു പോരാട്ടത്തിലേക്ക് പോയേ കഴിയൂ എന്ന് ബിനോയ് ബോധ്യമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പാർട്ടിക്കകത്തും ബിനോയ് പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ബിനോയ് നിലനിൽക്കണമെങ്കിൽ CPMുമായിട്ട് ആടാപ്പാടലം പോരാടണം. അതാണ് ബിനോയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനി ബിനോയ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കാരണം ബിനോയ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ CPMുമായിട്ട് ശക്തമായൊരു പോർമുഖം തുറന്നാൽ മാത്രമേ ബിനോയ് CPMയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ബിനോയ് തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബിനോയ് ഒരു നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ബിനോയ് ഒരു അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നവും കൂടായി ഇത് മാറിയിട്ടുണ്ട്. അല്ലാതെ CPMൽ നിന്ന് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിച്ചേ തീരൂ എന്നൊക്കെയുള്ള ബിനോയ് പോരാട്ടം CPIക്ക് വേണ്ടി CPMനെതിരെ നടത്തുന്ന വലിയൊരു പോരാട്ടമായി നമ്മളങ്ങ് ചിത്രീകരിച്ച് അങ്ങ് വശാകരുത് എന്നുകൂടി നമ്മൾ കാണണം. ബിനോയ് വ്യക്തിഗതമായിട്ടുള്ള നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു പ്രശ്നമായി കൂടി ഇത് മാറിയിട്ടുണ്ട്. അപ്പം CPI LDF വിടുമെന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, CPMന് ഇനി നിലനിൽപ്പില്ല എന്നുള്ളത് CPIയിലെ ബഹുഭൂരിപക്ഷം അണികൾക്കും ബഹുഭൂരിപക്ഷം നേതാക്കന്മാർക്കും ബോധ്യമായിട്ടുണ്ട്. CPMനകത്ത് ഒരു തിരുത്തലും വരുത്താൻ പോകുന്നില്ല എന്നുള്ളതും അവർക്ക് ബോധ്യമായിട്ടുണ്ട്. CPMന്റെ നിലനിൽപ്പ് അപകടത്തിലാകാൻ പോവുകയാണെന്നുള്ളത് ED അന്വേഷണമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. അപ്പം CPM ഇല്ലാതാകുമ്പോൾ ഉള്ള പൊളിറ്റിക്കൽ സ്പേസ് അവിടെ കിടക്കുകയാണ് എന്നുള്ള ബോധ്യവും CPIക്കുണ്ട്. CPM തകർന്നാൽ ആ സ്പേസിലേക്ക് CPIക്ക് കടന്നു വരാൻ കഴിയാവുന്ന ഒരു സാധ്യത, ഒരു വാക്യൂം, ഒരു സ്പേസ്, ഒരു ഇടം അവിടെ കിടപ്പുണ്ട്. അത് പ്രധാനമാണ് CPIയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ അതിജീവനവും നിലനിൽപ്പും കൂടി ഈ വിഷയത്തിൽ അന്തർലീനമായിട്ടുണ്ട്. CPIക്കകത്ത് ബിനോയ് വിശ്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സ്വാഭാവികമായും ആ എതിർപ്പിനെ ഇല്ലാതാക്കണമെങ്കിലും ബിനോയ് വിശ്വത്തിന് CPMുമായി പോർമുഖം തുറക്കേണ്ടത് ഒരാവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു കാരണവശാലും CPMുമായി ഒരു ഒത്തുതീർപ്പിന് CPI തയ്യാറാവില്ല. CPMനാകട്ടെ CPIയോടൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോൾ തയ്യാറാവാൻ പറ്റില്ല. തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ CPIയുടെ മുന്നിൽ ഒന്ന് തോറ്റുകൊടുക്കുക കൂടെ ചെയ്താൽ CPMന് അത് അതിഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിക്കും എന്നവർക്കറിയാം. മറുഭാഗത്ത് CPIയോടുള്ള അടങ്ങാത്ത പക അവരുടെ മനസ്സിൽ ഇങ്ങനെ ആളിക്കത്തുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CPI എടുത്തിട്ടുള്ള നിലപാട് അവരെ വല്ലാതെ ക്രുദ്ധരാക്കിയിട്ടുണ്ട്, കോപാകുലരാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ പിണറായി വിജയന് വ്യക്തിഗതമായി CPIയോടുള്ള
പകയുമുണ്ട്, തൻ്റെ മകളുടെ കാര്യത്തിൽ തന്നെ സംരക്ഷിക്കാത്തുള്ള പകയുമുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ CPI LDF നിന്ന് വിട്ടുപോരാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത്.